വീട് പണിയുടെ ഇൻറ്റീരിയർ ഘട്ടം വരുമ്പോൾ പലർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് പ്ലൈവുഡ് യൂസ് ചെയ്യാമോ, പ്ലൈവുഡ് യൂസ് ചെയ്ത് കുഴപ്പമുണ്ടോ, ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ. അതിൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റേതായ ഗുണമുള്ളത് കൊണ്ടാണ് മാർക്കറ്റിൽ അത് ഇറങ്ങുന്നത്. ഒരു ഫുള്ളി ഫെയിലിയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരാളും മാർക്കറ്റിൽ നോർമൽ കേസിൽ ഇറക്കില്ല. അപ്പോൾ അത് ഏത് സ്പേസിൽ അത് യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ലാസ്റ്റിംഗ് ഇരിക്കുന്നത്. ലോകത്ത് എവിടെ കാണുന്ന ഇൻറ്റീരിയേഴ്സിലും ഒരു 90% യൂസ് ചെയ്യുന്നത് ഈ പ്ലൈവുഡ്, MDF, HDF, പാർട്ടിക്കൽ ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഫുൾ സോളിഡ് വുഡ് വെച്ച് യൂസ് ചെയ്യുന്ന ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ വിരളമായിട്ടുള്ളതാണ്. അത് എക്സ്പെൻസീവ് ആയിരിക്കും, അത് മെയിൻ്റനൻസിൻ്റെ പ്രശ്നം ഉണ്ടാകും, അത് ടൈം എടുക്കും അത് ചെയ്തു വരാനായിട്ട്. പിന്നെ എക്സ്പാൻഷനും കോൺട്രാക്ഷനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വുഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മീഡിയമായിട്ടാണ് പ്ലൈവുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ പ്ലൈവുഡ് നമ്മൾ നനയാൻ സാധ്യതയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മോയ്സ്ചറായിട്ട് എപ്പോഴും കോൺടാക്റ്റിലുള്ള സ്ഥലത്ത് പ്ലൈവുഡ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും നമുക്ക് പ്ലൈവുഡ്